മസ്തകത്തിൽ പരിക്കേറ്റ നിലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വാഴച്ചാൽ മേഖലയിൽ കണ്ട കാട്ടുകൊമ്പനെ മയക്കുപിടി വെച്ച് പിടികൂടി ചികിത്സ ഉറപ്പാക്കാനുള്ള ശ്രമം ഇതുവരെയും ഫലം കണ്ടിട്ടില്ല. ഗോകുൽ കൂടിയുണ്ട് നമുക്കിപ്പം. ഗോകുലെ, ഇന്നലെ ആന ആ ഭാഗത്തുണ്ടായിരുന്നു. അതിനുശേഷം ആന പ്ലാന്റേഷൻ മേഖലയിൽ കയറി റിസർവ് ഫോറസ്റ്റിലേക്ക് പോയി. പക്ഷെ ഇപ്പോഴും മടങ്ങി വന്നിട്ടില്ല. എന്താണ് ഇത് സംബന്ധിച്ച്? അല്ലെങ്കിൽ പരിശോധനയൊക്കെ നടക്കുകയാണ്. ഏകദേശം 24 മണിക്കൂറിലധികമായിട്ട് ആന എവിടെയാണെന്നൊരു വിവരവുമില്ല. പൊടി പോലും ഇല്ല, കണ്ടുപിടിക്കാൻ അറിയില്ല. അതുപോലെയാണ് 11 മേഖലകളിൽ നിന്ന് തിരച്ചിൽ നടത്തി. 1-ാം ബ്ലോക്ക്, 3-ാം ബ്ലോക്ക്, 17-ാം ബ്ലോക്ക്, കശുമാവിൻ തോട്ടം, അങ്ങനെ ഏകദേശം ഒരു 11 സ്ഥലത്തോളം 11 മേഖലകളിൽ തിരച്ചിൽ നടത്തി. അവിടെയൊക്കെ ഡ്രോൺ പരിശോധന നടത്തി. അങ്ങനെ വിപുലമായ പരിശോധന ഇന്ന് വനം വകുപ്പ് നടത്തിയിട്ടും ഈ റിസർവ് ഫോറസ്റ്റിനുള്ളിൽ ആനയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ എനിക്ക് പിന്നിൽ ഇപ്പോൾ ഒരു ആന നിൽക്കുന്നുണ്ട്, ഞങ്ങൾക്ക് പിന്നിൽ. അപ്പോൾ അതുപോലുള്ള നിരവധി ആനകളെ ഈ ദൗത്യ സംഘം കണ്ടു. അന്ന് ഗ്രൂപ്പിലൊക്കെ നമ്മൾ കണ്ടു. അതായത് DFO കിട്ടും, ഒരുപാട് ആനകളെ കണ്ടു. 12 ആനകളെ നമ്മൾ തന്നെ നോക്കി കാണാം. പക്ഷെ ഈ മസ്തകത്തിൽ പരിക്കേറ്റ ആന മാത്രം കാണാനില്ല. ആ ആന മാത്രം എവിടെ പോയി എന്നുള്ളത് ഒരു പിടുത്തവുമില്ല. ഏതായാലും ആനയ്ക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. റിസർവിനകത്ത് കയറി ആനയെ നമുക്ക് സ്പോട്ട് ഔട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഡ്രോൺ കൊണ്ടുവന്ന് നോക്കി, പക്ഷെ ഡ്രോണിനകത്തും നമുക്ക് ഈ ആനയെന്ന് പറയപ്പെടുന്ന ഒരു ആനയെ നമ്മൾ കണ്ടെത്തിയിട്ടില്ല. കാട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ ആ ഒരു നിബിഡമായിട്ടുള്ള വനമായതുകൊണ്ട് ആനയെ നമുക്ക് സൈറ്റ് ചെയ്യാൻ പറ്റില്ല. ആന തിരിഞ്ഞു വന്നാൽ പോലും ആൾക്കാർക്കും ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ലിമിറ്റ് വിട്ടിട്ട് അതിനെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്നലെ നല്ല സ്പീഡിൽ അത് കയറി പോയത്, അതുകൊണ്ട് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. സാധാരണഗതിയിൽ വെള്ളം കുടിക്കുന്നെങ്കിൽ ഒക്കെ തന്നെ ഈ ചാലക്കുടി പുഴയിലേക്ക് വരേണ്ടതായിട്ടുള്ളൂ. കാരണം അവിടെ ജലസ്രോതസ് കുറവാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ വനം വകുപ്പ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ പോകുന്നുണ്ടോ? നിലവിൽ അങ്ങനെ ഒരു നിഗമനത്തിൽ പോകുന്നില്ല. പക്ഷേ ഇവിടുത്തെ പ്രദേശവാസികൾ തന്നെ പറയുന്നത് ഈ ആന ഇവിടെ അധികം അങ്ങനെ കണ്ടു പരിചയമില്ല, മറ്റേതോ ഭാഗത്ത് നിന്ന് വന്ന ആനയാണെന്നാണ്. ഇതിനിടയിൽ ഇപ്പോൾ രാഗിനി ഇങ്ങനെ പറഞ്ഞപ്പോഴും ഇതിനിടയിൽ ഒരു ദിവസം വനം വകുപ്പിന്റെ നിരീക്ഷണത്തിൽ ആന ഇല്ലാത്തൊരു ദിവസം വന്നിരുന്നു. അതായത് ഈ ദൗത്യം തീരുമാനിച്ച് ഈ മുറിവേറ്റ് ആനയെ ഐഡന്റിഫൈ ചെയ്ത് അതിനുശേഷം ഈ അരുൺ സക്രയൊക്കെ വരുന്നതിന് മുൻപുള്ള ഒരു ദിവസം ആന എവിടെയാണെന്നുള്ളത് സംബന്ധിച്ചൊരു വിവരം ഉണ്ടായിരുന്നില്ല. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിരുന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായി അങ്ങനത്തെ ഒരു ദിവസമായിരിക്കും ഒരുപക്ഷെ ഇന്ന് നാളെയോ മറ്റോ ആനയെ ഇനി ജനവാസ മേഖലയിലേക്കോ അല്ലെങ്കിൽ ഈ പ്ലാന്റേഷന്റെ ഭാഗത്തേക്കൊക്കെ എത്തുമോ എന്ന് അറിയില്ല. അതായത് ഈ കൃത്യമായിട്ടുള്ള ട്രാക്കിംഗ് നടന്നു കഴിഞ്ഞാൽ മാത്രമേ, പ്രത്യേകിച്ചും ഈ ഒരു മേഖലയാണ്, കാലടി പ്ലാന്റേഷൻ മേഖലയാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം മയക്കുവെടി വയ്ക്കാനും ചികിത്സ നൽകാനും. അത് മറ്റിടങ്ങളിലേക്ക് പോയാൽ അത് ദുഷ്കരമാകും. ഇതാണ് വനംവകുപ്പ് പറയുന്നത്. എന്തായാലും ട്രാക്കിംഗ് ആണ് പ്രധാനമായും നടക്കേണ്ടത്. ആദ്യം ആന വനംവകുപ്പിന്റെ റഡാറിൽ വരണം, തുടർന്ന് ഈ ദൗത്യം പൂർത്തിയാക്കണം. അങ്ങനെയാണ് നിലവിലുള്ളത്. നാളെ വീണ്ടും ദൗത്യം തുടരുക തന്നെ ചെയ്യും. റിപ്പോർട്ടർ ഗോകുലിനും ക്യാമറമാൻ ബിനു പാവുമ്പയ്ക്കുമൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.